പാപത്തെ വെള്ളപൂശുവാൻ മനുഷ്യർ ശ്രമിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ രക്തത്തിന് മാത്രമേ അത് കഴുകി വെള്ളയാക്കുവാൻ കഴിയുകയുള്ളൂ. തിരുവചനം പറയുന്നു, യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ സകല പാപങ്ങളുടെയും ശിക്ഷ താൻ കൊടുത്തു തീർത്തു. ക്രിസ്തുവിനെ രക്ഷിതാവായി നാം അംഗീകരിക്കുമ്പോൾ പരിപൂർണമായ പാപക്ഷമ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. പാപത്തിൻ്റെ വേദനാജനകമായ പരിണിത ഫലങ്ങളിൽ നിന്നെല്ലാം നാം സ്വതന്ത്രരാക്കപ്പെടുകയും ചെയ്യുന്നു. ബില്ലി ഗ്രഹാമിൻ്റെ ഒരു വാചകം ഇങ്ങനെ, "There is no sin you have ever committed that the blood of Jesus Christ cannot cleanse." യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുവാൻ കഴിയാത്തതായ ഒരു പാപവും നീ ഒരിക്കലും ചെയ്തിട്ടില്ല. യേശു കർത്താവിൻ്റെ രക്തത്താൽ കഴുകിയ പാപങ്ങളെ പിന്നെ ദൈവം ഒരിക്കലും ഓർക്കുകയുമില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരെങ്കിലും തങ്ങൾ ചെയ്തതായ പാപങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്നുവെങ്കിൽ, യേശു കർത്താവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് ഒരു ദൈവപൈതലാക്കി തീർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. യഥാർത്ഥ ശുദ്ധീകരണം പ്രാപിക്കുന്നതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏക മാർഗം കാൽവറിയിൽ ചൊരിയപ്പെട്ട യേശുവിൻ രക്തമാണ്. ഈ രക്തത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി തിരുവചനം പറയുന്നുണ്ട്. 1, ഇത് ദൈവപുത്രൻ്റെ രക്തമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. 2, ഇത് കുറ്റമില്ലാത്തവൻ്റെ രക്തമാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 4-ാം വാക്യം. 3, ഇത് നീതിമാന്റെ രക്തമാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 24-ാമത്തെ വാക്യം. 4, ഇത് നിയമത്തിൻ്റെ രക്തമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 20-ാമത്തെ വാക്യം. 5, ഇത് പ്രായശ്ചിത്തമായ രക്തമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം. 6, ഇത് നീതീകരിക്കുന്ന രക്തമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. 7, ഇത് വീണ്ടെടുപ്പിൻ രക്തമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പാശ്ചാത്യ നാടുകളിലെ ബാപ്റ്റിസ്റ്റ് സഭകളിൽ ഒരു പാസ്റ്ററായി സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു കർത്തൃദാസനായിരുന്നു റോബർട്ട് ലോറി. സഭാശുശ്രൂഷയോടൊപ്പം സുവിശേഷ ഗാനങ്ങൾ രചിക്കുന്നതിന് അദ്ദേഹം സമയം കണ്ടെത്തി. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന ആശയം ഉൾക്കൊണ്ട് 1876 റോബർട്ട് ലോറി രചിച്ച ഒരു ഗാനമാണ് "വാട്ട് ക്യാൻ വാഷ് അവേ മൈ സിൻ? നത്തിങ് ബട്ട് ദ ബ്ലഡ് ഓഫ് ജീസസ്. വാട്ട് ക്യാൻ മേക്ക് മീ ഹോൾ അഗെയിൻ? നത്തിങ് ബട്ട് ദ ബ്ലഡ് ഓഫ് ജീസസ്." ഈ ഗാനത്തിൻ്റെ മലയാള വിവർത്തനം ചെയ്തത് വോൾബ്രീറ്റ് നാഗൽ എന്ന ജർമ്മൻ മിഷണറി ആയിരുന്നു. അതിങ്ങനെ: പാപക്കടം തീർക്കുവാൻ യേശുവിൻ രക്തം മാത്രം, പാപബന്ധമഴിപ്പാൻ യേശുവിൻ രക്തം മാത്രം. നമുക്ക് വീട്ടുവാൻ കഴിയുന്നതിലുപരിയായിരുന്നു നമ്മുടെ പാപക്കടം. എന്നാൽ യേശു ആ കടം നമുക്ക് വേണ്ടി വീട്ടി. ആ കടം വീട്ടുവാൻ മറുവിലയായി യേശു കർത്താവ് നൽകിയത് തൻ്റെ രക്തമായിരുന്നു. ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് അഹങ്കരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെയില്ല. നാം നേടിയെടുത്തതെന്ന് അവകാശപ്പെടുവാൻ നമുക്ക് കഴിയുകയുമില്ല. ഒരു വാക്കിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമുക്കിങ്ങനെ പറയാം: യേശുവേ, അങ്ങയുടെ വിലയേറിയ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് ഒരു ദൈവവേദലാക്കി മാറ്റിയതിനായി നന്ദി കർത്താവേ. Have a blessed day.